ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ഒരാളെ അവർ യഥാർത്ഥത്തിൽ ആരാണെന്ന് ഒടുവിൽ കാണുന്നൊരു നിമിഷം വരുന്നു. ഒരിക്കൽ നിങ്ങളത് കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്കത് അവഗണിക്കാൻ കഴിയില്ല. ക്ഷമ എല്ലായ്പ്പോഴും സമാധാനം നൽകുന്നില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന നിമിഷമാണിത്. ചിലപ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അതേ വേദന തിരികെ കൊണ്ടുവരുന്നു. സ്റ്റോയിക്കുകൾ ഒരിക്കലും അനന്തമായി ക്ഷമിക്കാൻ ഞങ്ങളെ പഠിപ്പിച്ചില്ല. മനുഷ്യ സ്വഭാവം മനസ്സിലാക്കാനും വ്യക്തതയോടെ പാറ്റേണുകൾ വായിക്കാനും തങ്ങളുടെ വിശ്വസ്തത തിരഞ്ഞെടുക്കലാണെന്ന് ആവർത്തിച്ചു തെളിയിച്ച ആളുകളിൽ നിന്ന് സത്യസന്ധത പ്രതീക്ഷിക്കുന്നത് നിർത്താനും അവർ ഞങ്ങളെ പഠിപ്പിച്ചു. അവരുടെ ക്ഷമാപണം താൽക്കാലികമാണ്, അവരുടെ പെരുമാറ്റം പ്രവചനാതീതമാണ്. ഇന്നത്തെ സന്ദേശം കയ്പിനെക്കുറിച്ചല്ല, അത് ജ്ഞാനത്തെക്കുറിച്ചാണ്. അനുഭവത്തിലൂടെ മാത്രം നിങ്ങൾ നേടുന്ന തരത്തിലുള്ളത്. ഈ വീഡിയോയുടെ അവസാനത്തോടെ സ്റ്റോയിക്കുകൾ അവരുടെ ആന്തരിക വലയത്തിലേക്ക് തിരികെ അനുവദിക്കാത്ത ചിലതരം ആളുകളുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. വിദ്വേഷം കൊണ്ടല്ല, മറിച്ച് നിങ്ങളുടെ സമാധാനം സംരക്ഷിക്കുന്നത് ഒരു പുണ്യപ്രവൃത്തിയായതിനാൽ. നമുക്കാരംഭിക്കാം. പുരാതന ലോകത്ത് ക്ഷമ ഒരു ബലഹീനതയായിരുന്നില്ല, അത് സ്വഭാവത്തിന്റെ ശക്തിയായിരുന്നു, ഒരു അച്ചടക്കമായിരുന്നു. പക്ഷേ അതൊരിക്കലും നിരുപാധികമായിരിക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ല. മിക്ക ആളുകളും മറക്കുന്നൊരു കാര്യം സെനയ്ക്ക പറഞ്ഞു: ആരോട് ക്ഷമിക്കണമെന്നും ആരെ ഒഴിവാക്കണമെന്നും അറിയുന്നതും ഒരു പുണ്യമാണ്. ചില ആളുകൾ മാത്രം ക്ഷമ ചോദിക്കുന്നു. അങ്ങനെ നിങ്ങൾ വീണ്ടും വേദനിപ്പിക്കുന്ന ചക്രം പുനരാരംഭിക്കും. സ്റ്റോയിക്സ് മുന്നറിയിപ്പ് നൽകുന്നത് അവരുടെ വാക്കുകളിലേക്കല്ല, മറിച്ച് അവരുടെ രീതികളിലേക്കാണ്. ക്ഷമിക്കാൻ അപകടകാരിയായ ആദ്യ വ്യക്തി വിശ്വാസത്തെ എളുപ്പത്തിൽ വഞ്ചിക്കുന്നവനാണ്. വിശ്വസ്തത ഉപയോഗശൂന്യമാണെന്ന് തോന്നുന്നു. നിങ്ങളുടെ സ്വന്തം ജീവിതത്തിൽ നിങ്ങൾ ഈ വ്യക്തിയെ കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ ദുർബലതയെ ഗോസിപ്പാക്കി മാറ്റുന്നയാൾ, വിനോദത്തിനോ നേട്ടത്തിനോ വേണ്ടി നിങ്ങളുടെ സ്വകാര്യ സത്യങ്ങൾ തുറന്നുകാട്ടുന്നയാൾ. ഒരു സ്റ്റോയിക് ഭൂതകാലത്തോട് ക്ഷമിക്കുന്നു, പക്ഷേ ആവർത്തിച്ചുള്ള വിശ്വാസവഞ്ചനയെ ഒരിക്കലും അവഗണിക്കുന്നില്ല. കാരണം വിശ്വാസവഞ്ചന ഒരു അപകടമല്ല, ഇതൊരു പെരുമാറ്റമാണ്. പെരുമാറ്റം അപൂർവമായി മാറുന്നു. പിന്നെ ഒന്നിനും ഉത്തരവാദിത്തം നിരസിക്കുന്ന വ്യക്തിയുണ്ട്. അവർ ഇരയാകുന്നതുവരെ എല്ലാ സാഹചര്യങ്ങളെയും വളച്ചൊടിക്കുകയും നിങ്ങൾ വില്ലനാകുകയും ചെയ്യുന്നു. ആരെങ്കിലും നിരന്തരം നിങ്ങളുടെ മേൽ കുറ്റം ചുമത്തുമ്പോൾ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടേതല്ലാത്ത വൈകാരിക ഭാരങ്ങൾ വഹിക്കുന്നു. അത് ക്ഷമയല്ല, അത് അടിമത്തമാണ്. അവരെ തിരികെ വിടുന്നത് പാറ്റേൺ പുനഃസജ്ജമാക്കുന്നു. അടുത്തത് വരുന്നത് നിരന്തരമായ കുഴപ്പങ്ങൾ നിറഞ്ഞ വ്യക്തിയാണ്. എങ്ങനെയോ അവരുടെ കുഴപ്പങ്ങൾ എപ്പോഴും നിങ്ങളുടെ പ്രശ്നമായി മാറുന്നു. അവരുടെ തെറ്റുകൾ നിങ്ങളുടെ അടിയന്തരാവസ്ഥയായി മാറുന്നു. അവരുടെ അച്ചടിക്കമില്ലായ്മ നിങ്ങളുടെ ഉത്തരവാദിത്തമായി മാറുന്നു. ഏറ്റവും മോശമായ അടിമത്തത്തിലേക്ക് നമ്മൾ സ്വമേധയാ കടന്നു ചെല്ലുന്ന ഒന്നാണെന്ന് എപ്പിക്റ്റസ് മുന്നറിയിപ്പ് നൽകുന്നു. ചിലർ നിങ്ങളെ ബലപ്രയോഗത്തിലൂടെയല്ല, മറിച്ച് അനന്തമായ പ്രതിസന്ധികളിലൂടെ അടിമകളാകുന്നു. നിങ്ങൾ അവരോട് 100 തവണ ക്ഷമിക്കുന്നു, 100 തവണ നിങ്ങൾ ക്ഷീണിതനായി അവശേഷിക്കുന്നു. നിങ്ങൾ കരുണയുള്ളവനാണെന്നറിയാവുന്നതിനാൽ നിങ്ങളുടെ ദയയെ കൈകാര്യം ചെയ്യുന്ന വ്യക്തിയുമുണ്ട്. അവർ നിങ്ങളുടെ സമയവും ഊർജ്ജവും ഔദാര്യവും ചോർത്തുന്നു. എപ്പോഴും ചോദിക്കുന്നു, എപ്പോഴും എടുക്കുന്നു, ഒരിക്കലും പ്രതികരിക്കുന്നില്ല. അതെ, സ്റ്റോയിക്കുകൾ കരുണയിൽ വിശ്വസിച്ചിരുന്നു. എന്നാൽ അതിരുകളില്ലാത്ത കരുണ സ്വയം നശിപ്പിക്കലാണ്. കൃത്രിമം കാണിക്കുന്നവർക്ക് ക്ഷമയാവശ്യമില്ല, അവർക്ക് ദൂരം ആവശ്യമാണ്. ഒടുവിൽ നിങ്ങളുടെ അസ്വസ്ഥതയാൽ പോഷിപ്പിക്കപ്പെടുന്ന വ്യക്തിയുണ്ട്. അവർ നിങ്ങളുടെ വിജയങ്ങൾ ആഘോഷിക്കുന്നില്ല, അവർ നിങ്ങളുടെ വളർച്ചയെ പിന്തുണയ്ക്കുന്നില്ല. അവർ നിങ്ങളുടെ വികാരങ്ങളെ കുറച്ചു കാണുന്നു, നിങ്ങളുടെ പോരാട്ടങ്ങളെ പരിഹസിക്കുന്നു, നിങ്ങളുടെ തിരിച്ചടികളെ സൂക്ഷ്മമായി ആസ്വദിക്കുന്നു. അവരത് സമ്മതിച്ചേക്കില്ല, പക്ഷേ അവരുടെ പ്രവൃത്തികൾ എല്ലാം വെളിപ്പെടുത്തുന്നു. മാർക്കസ് ഒറേലിയസ് എഴുതി, ആത്മാവ് അതിന്റെ ചിന്തകളുടെ നിറത്താൽ ചായം പൂച്ചുന്നു. നിങ്ങളുടെ ആത്മാവിനെ ഇരുണ്ടതാക്കുന്ന ആളുകളുമായി നിങ്ങളെ ചുറ്റിപ്പിടിക്കുക. ഒടുവിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വെളിച്ചം നഷ്ടപ്പെടും. നിങ്ങളുടെ വേദനയിൽ ആനന്ദിക്കുന്ന ഒരാളോട് ക്ഷമിക്കുന്നത് മാന്യമല്ല, അത് സ്വയം ഉപേക്ഷിക്കലാണ്. അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യും? നിങ്ങൾ അവരെ വെറുക്കുന്നില്ല. വിദ്വേഷം നിങ്ങളെ മുറിവിൽ ബന്ധിപ്പിക്കുന്നു. നിങ്ങൾ പ്രതികാരം തേടുന്നില്ല. പ്രതികാരം നിങ്ങളെ കഥയുമായി ബന്ധിപ്പിക്കുന്നു. നിങ്ങൾ നിശബ്ദമായും ശാന്തമായും പൂർണ്ണമായും വേർപിരിയുന്നു. സ്റ്റോയിസിസത്തിലെ ക്ഷമ നിങ്ങളുടെ ജീവിതത്തിലേക്കുള്ള ഒരു ടിക്കറ്റല്ല, വൈകാരിക ചങ്ങലകളിൽ നിന്നുള്ള മോചനമാണിത്. ആശയക്കുഴപ്പത്തേക്കാൾ വ്യക്തതയാണ് ഇത് തെരഞ്ഞെടുക്കുന്നത്. ഒരേ പാഠം ആവർത്തിക്കുന്നതിനു പകരം ആത്മാഭിമാനമാണ് ഇത് തെരഞ്ഞെടുക്കുന്നത്. നിങ്ങളുടെ സമാധാനം അപൂർവമാണ്. അത് നേടാൻ വർഷങ്ങളുടെ വേദനയും അനുഭവവും വളർച്ചയും വേണ്ടിവന്നു. അത് വിലമതിക്കുന്നില്ലെന്ന് നിങ്ങൾക്ക് കാണിച്ചു തന്ന ഒരാൾക്ക് എന്തിനാണത് തിരികെ നൽകുന്നത്? ക്ഷമ ഒരു സമ്മാനമാണ്. പ്രവേശനം ഒരു പദവിയാണ്. എല്ലാവരും രണ്ടും അർഹിക്കുന്നില്ല. ഈ സന്ദേശം നിങ്ങളുടെ കണ്ണുകൾ തുറക്കുകയോ വ്യക്തത കൊണ്ടുവരികയോ ചെയ്താൽ നിങ്ങളുടെ ആന്തരിക ലോകത്തെ ഒരു കോട്ട പോലെ സംരക്ഷിക്കുന്നതിനുള്ള നിങ്ങളുടെ അടയാളമാണിത്.
വിവേചനാധികാരത്തോടെ നടക്കുക. നിങ്ങളുടെ നിലവാരം ഉയർത്തിപ്പിടിക്കുക. മറ്റുള്ളവർ ആരായിരിക്കണമെന്ന് നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. പക്ഷേ നിങ്ങളുടെ ആത്മാവിനടുത്ത് നിങ്ങൾ ആരെ അനുവദിക്കണമെന്ന് നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയും എന്നോർമ്മിക്കുക. ഈ വീഡിയോ നിങ്ങളെ സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളിൽ മാത്രം സൂക്ഷിക്കരുത്. ജീവിതത്തിൽ അല്പം ഭ്രാന്തമായ ജ്ഞാനം ആവശ്യമുള്ള ഒരാളുമായി ഇത് പങ്കുവയ്ക്കുക. നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. അങ്ങനെ ഇതുപോലുള്ള കൂടുതൽ ചിന്തോദ്ദീപകമായ ഉള്ളടക്കം നിങ്ങൾക്ക് നഷ്ടമാകില്ല. നമ്മളെ ശക്തരും ബുദ്ധിമാനും കൂടുതൽ പ്രതിരോധശേഷിയുള്ളവരുമാക്കുന്ന കാലാതീതമായ പാഠങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് പര്യവേക്ഷിക്കും. കണ്ടതിന് നന്ദി. ഓർമ്മിക്കുക, ചിലപ്പോൾ നിങ്ങൾക്ക് പറയാൻ കഴിയുന്ന ഏറ്റവും ശക്തമായ കാര്യം ഒന്നുമില്ല എന്നതാണ്.